വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2016 നാച്ചുറൽ സയൻസിൻ്റെ സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 50 ക്വസ്റ്റ്യൻസ് വരെ പാർട്ട് 1 ചെയ്തു. ഇത് പാർട്ട് 2 ആണ്. 51ാമത്തെ മുതൽ നമുക്ക് ആൻസർ ചെയ്യാം. 51ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ പോഷകമാണ്. സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ പോഷകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാംഗനീസ്. 52ാമത്തത്, വിത്ത് മുളയ്ക്കാതിരിക്കാൻ ഭ്രൂണത്തിന്റെ വളർച്ചാഘട്ടത്തിൽ നശിപ്പിക്കുന്ന പ്രക്രിയയാണ്. വിത്ത് മുളയ്ക്കാതിരിക്കാൻ ഭ്രൂണത്തിന്റെ വളർച്ചാഘട്ടത്തിൽ നശിപ്പിക്കുന്ന പ്രക്രിയയാണ്. 52ലെ സി ആണ് ആൻസർ, ടെർമിനേഷൻ ടെക്നോളജി. അടുത്തത്, ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഓപ്പറോണിൻ്റെ പ്രവർത്തനത്തിന്. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഓപ്പറോണിൻ്റെ പ്രവർത്തനത്തിന് 53ലെ ബി ആണ് ആൻസർ, ട്രിപ്റ്റോഫാൻ ആവശ്യമില്ല. ട്രിപ്റ്റോഫാൻ ആവശ്യമില്ല. 54ാമത്തെ ക്വസ്റ്റ്യൻ, നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത്. നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്, നൈട്രിക് ആസിഡ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഹ്രസ്വദിന സസ്യത്തിന് ഉദാഹരണം. ഹ്രസ്വദിന സസ്യത്തിന് ഉദാഹരണം ആൻസർ ഓപ്ഷൻ എ ആണ്, സോയാബീൻ. 56ാമത്തത്, അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ഓപ്ഷൻ ഡി ആണ്, ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനി. 57ാമത്തെ ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഫലമായി ജനങ്ങളിൽ ഉണ്ടായ മനോഭാവമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഫലമായി ജനങ്ങളിൽ ഉണ്ടായ മനോഭാവം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ഏതെല്ലാമാണെന്ന് നോക്കാം. സസ്യങ്ങളെ സംരക്ഷിക്കാനുള്ള മനോഭാവം, ജന്തുക്കളെ സംരക്ഷിക്കാനുള്ള മനോഭാവം, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാനുള്ള മനോഭാവം. ഈ മൂന്നുമാണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഫലമായി ജനങ്ങളിൽ ഉണ്ടായ മനോഭാവം. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ, നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലാത്തത്. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലാത്തത് ഏതാണ്? അസറ്റോമൈസിൻ ആണ് നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലാത്തത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച കാലുകൾ എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച കാലുകൾ എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? 59ാമതിലെ ബി ആണ്, കോഷിയോക്കർ. കോഷിയോക്കറാണ് ഇതെല്ലാം കേട്ടോ, കോഷിയോക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ 60ാമത്തത്, രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, സസ്യങ്ങളിൽ ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണുകൾ. സസ്യങ്ങളിൽ ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് എത്തിലീൻ. അടുത്തത്, ജീവികളുടെ ക്രോമസോമുകളുടെ എണ്ണം സെറ്റായി വർദ്ധിക്കുന്ന തരം ഉൽപരിവർത്തനമാണ്. ജീവികളുടെ ക്രോമസോമുകളുടെ എണ്ണം സെറ്റായി വർദ്ധിക്കുന്ന തരം ഉൽപരിവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, യൂപ്ലോയിഡി. 63ാമത്തത്, പ്ലാസ്മിഡുകളുടെ സവിശേഷത അല്ലാത്തത്. പ്ലാസ്മിഡുകളുടെ സവിശേഷത അല്ലാത്തത്. ഇതിൽ ആൻസേഴ്സും ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്, അതുകൊണ്ട് ഇത് ഡിലീഷനിൽ പെട്ടു. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഡൗൺ സിൻഡ്രോം രോഗികളിൽ കാണുന്ന ക്രോമസോം ഘടന. ഡൗൺ സിൻഡ്രോം രോഗികളിൽ കാണുന്ന ക്രോമസോം ഘടന ഏതാണ്? ബി ആണ് ഓപ്ഷൻ. ബി ആണ്, 45+XX. ഇതാണ് ഡൗൺ സിൻഡ്രോം രോഗികളിൽ കാണുന്ന ക്രോമസോം ഘടന.
65ാമത്തെ ക്വസ്റ്റ്യൻ C4 സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. C4 സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇവയെല്ലാമാണ്. ഡി ആണ് ഓപ്ഷൻ. ഏതൊക്കെയെന്ന് നോക്കാം. ഉഷ്ണമേഖലയിലെ സസ്യങ്ങളുടെ അനുകൂലനം, പ്രകാശ സംശ്ലേഷണ വൃന്താവൃതി കോശങ്ങളിൽ നടക്കുന്നു, കാൽവിൻ ചക്രം ആരംഭിക്കുന്നത് ഓക്സലോ അസറ്റിക് ആസിഡിൽ നിന്നാണ്. അപ്പോൾ C4 സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഉഷ്ണമേഖലയിലെ സസ്യങ്ങളുടെ അനുകൂലനം, പ്രകാശ സംശ്ലേഷണ വൃന്താവൃതി കോശങ്ങളിൽ നടക്കുന്നു, കാൽവിൻ ചക്രം ആരംഭിക്കുന്നത് ഓക്സലോ അസറ്റിക് ആസിഡിൽ നിന്നാണ്. ഇനി 66ാമത്തെ ചോദ്യം. അച്ഛൻ്റെ ഗ്രൂപ്പ് എയും അമ്മയുടെ ഗ്രൂപ്പ് ബിയും ആയാൽ അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ രക്തഗ്രൂപ്പ്. അച്ഛൻ്റെ ഗ്രൂപ്പ് എയും അമ്മയുടെ ഗ്രൂപ്പ് ബിയും ആയാൽ അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ രക്തഗ്രൂപ്പ് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. എ, ബി, എ, ബി, ഒ. ഈ 4ഉം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4ൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അച്ഛൻ എയും അമ്മ ബിയും ആയാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ഒന്നില്ലെങ്കിൽ എ ആയിരിക്കും, അല്ലെങ്കിൽ ബി ആയിരിക്കും, അല്ലെങ്കിൽ എ ബി ആയിരിക്കും, അല്ലെങ്കിൽ ഒ ആയിരിക്കും. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ. മൈക്രോസ്പൊറോജെനിസിസിൽ അവസാനത്തെ ഡിപ്ലോയിഡ് കോശങ്ങൾ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. മൈക്രോസ്പോർ മദർ കോശങ്ങൾ. 68ാമത്തെ ക്വസ്റ്റ്യൻ. സംവഹന കലകളായ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ മെരിസ്റ്റമിക് കല ആയ കാമ്പിയം കാണപ്പെടുന്നത്. സംവഹന കലകളായ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ മെരിസ്റ്റമിക കലയായ കാമ്പിയം കാണപ്പെടുന്നത് ഏതിലാണ്? ഓപ്ഷൻ എ ആണ്. ദ്വിബീജ കാണ്ഡത്തിൽ, ഡൈക്കോട്ടിലിഡനിൽ. 69ാമത്തെ ക്വസ്റ്റ്യൻ. വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കി വൃക്ഷത്തിൻ്റെ പ്രായം നിർണ്ണയിക്കുന്ന രീതി. വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കി വൃക്ഷത്തിൻ്റെ പ്രായം നിർണ്ണയിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡെൻഡ്രോക്രോണോളജി എന്നാണ് പറയുന്നത്. 70ാമത്തെ ക്വസ്റ്റ്യൻ. നെല്ലിനെ ബാധിക്കുന്ന ബ്ലാസ്റ്റ് രോഗത്തിന് കാരണം ഇതിൽ ആൻസർ ഇല്ല. ഇത് ഡിലീഷനിൽ പെട്ടതാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ. ആസ്മ രോഗത്തിന് ഉപയോഗിക്കുന്ന എഫിഡ്രിൻ എന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ആസ്മ രോഗത്തിന് ഉപയോഗിക്കുന്ന എഫിഡ്രിൻ എന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ജിംനോസ്പേമിൽ നിന്നാണ്. ആസ്മ രോഗത്തിന് ഉപയോഗിക്കുന്ന എഫിഡ്രിൻ എന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ജിംനോസ്പേമിൽ നിന്നാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ. റൈബോസോമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. ന്യൂക്ലിയോലസിൽ നിന്ന്. 73ാമത്തെ ക്വസ്റ്റ്യൻ. ഇലകളിൽ സസ്യസേചനം നടക്കുന്നത് എവിടെയാണ്? ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ഓപ്ഷൻ ബി ആണ്. ആസ്യരന്ധ്രങ്ങൾ വഴി. 74ാമത്തെ ക്വസ്റ്റ്യൻ. മൃദുല പേശികൾ, രേഖാങ്കിത പേശികൾ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മൃദുല പേശികൾ, രേഖാങ്കിത പേശികൾ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. മൃദുല പേശികൾ വരകളില്ലാത്തതും അനൈച്ഛികവുമാണ്. രേഖാങ്കിത പേശികൾ വരകളുള്ളതും ഐച്ഛികവുമാണ്. അപ്പോൾ മൃദുല പേശികൾ വരകളില്ലാത്തതും അനൈച്ഛികവുമാണ്. രേഖാങ്കിത പേശികൾ വരകളുള്ളതും ഐച്ഛികവുമാണ്. അതാണ് ആൻസർ. 75ാമത്തെ ക്വസ്റ്റ്യൻ. ക്രോസിംഗ് ഓവർ നടക്കുന്ന വിഭജന ഘട്ടമാണ് ഓപ്ഷൻ സി പാക്കറ്റീൻ. പാക്കറ്റീനാണ് ക്രോസിംഗ് ഓവർ നടക്കുന്ന കോശവിഭജന ഘട്ടം. 76ാമത്തെ ക്വസ്റ്റ്യൻ. ജീവിവർഗത്തിൻ്റെ പ്രവർത്തനത്താൽ പരിസ്ഥിതി മാറ്റമുണ്ടാകുന്നു. ഇതാണ് എന്ത്? ജീവിവർഗത്തിൻ്റെ പ്രവർത്തനത്താൽ പരിസ്ഥിതി മാറ്റമുണ്ടാകുന്നു. എന്താണ്? 76ലെ ഡി ആണ് റിയാക്ഷൻ.
77 ജീവജാലങ്ങളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ച ശാസ്ത്രജ്ഞൻ. ജീവജാലങ്ങളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് RH വിറ്റാക്കർ. 78ാമത്തെ ക്വസ്റ്റ്യൻ. റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജുകൾ സൂചിപ്പിക്കുന്നത്. റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? എ ആണ് ഗുരുതരമായ വംശനാശ ഭീഷണിയുള്ള ജീവിവർഗത്തെക്കുറിച്ചാണ്. റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജുകൾ സൂചിപ്പിക്കുന്നത് ഗുരുതരമായ വംശനാശ ഭീഷണിയുള്ള ജീവിവർഗത്തിനെ കുറിച്ചാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനിലാണ്. 80ാമത്തത് അന്താരാഷ്ട്ര മണ്ണ് ദിനം. അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഡിസംബർ 5. 81ാമത്തെ ക്വസ്റ്റ്യൻ. ചെറുകുടൽ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങൾ കരളിൽ എത്തിക്കുന്ന രക്തക്കുഴൽ. ചെറുകുടൽ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങൾ കരളിൽ എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? 81 ബി ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ഹെപ്പാറ്റിക് പോർട്ടൽ സിര. 82ാമത്തേല് പാരമ്പര്യ രോഗം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഹീമോഫീലിയ. അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഫ്രെഡറിക് മിഷർ. ഫ്രെഡറിക് മിഷറാണ് ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ചത്. 84ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ ക്രമം നിശ്ചയിക്കുന്നത്. ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ ക്രമം നിശ്ചയിക്കുന്നത് എന്താണ്? 84 സി ആണ് mRNAയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമമാണ്. mRNAയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമമാണ് ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ ക്രമം നിശ്ചയിക്കുന്നത്. 85ാമത്തെ ക്വസ്റ്റ്യൻ. രോഗപ്രതിരോധ ധർമ്മം നിർവഹിക്കുന്ന രക്തകോശങ്ങളാണ്. രോഗപ്രതിരോധ ധർമ്മം നിർവഹിക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ന്യൂട്രോഫിൽ. അടുത്തത് ഒരു പ്രാഥമിക ഉപഭോക്താവാണ്. ഒരു പ്രാഥമിക ഉപഭോക്താവ് ഏതാണ്? എ ആണ് മാൻ. 87ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ്റ്റുകളിൽ നടക്കുന്ന ഫെർമെൻറ്റേഷന് സഹായിക്കുന്ന എൻസൈമുകളാണ്. ഈസ്റ്റുകളിൽ നടക്കുന്ന ഫെർമെൻറ്റേഷന് സഹായിക്കുന്ന എൻസൈമുകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് സൈമേസ്. അടുത്ത ക്വസ്റ്റ്യൻ. 88ാമത്തത് ഡിലീഷനിലാണ്. 89ാമത്തത് ഡിലീറ്റഡ് ആണ്. അടുത്തത് 90. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ ഇരുണ്ട ഘട്ടം നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഓപ്ഷൻ എ ആണ് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിൽ വെച്ച്. 91ാമത്തെ ക്വസ്റ്റ്യൻ. ആൻറ്റിജൻ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഏതാണ്? ആൻറ്റിജൻ എന്ന വിഭാഗത്തിൽ പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ. ഇതെല്ലാം ആൻറ്റിജൻ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യമായി രൂപം കൊണ്ട ജീവവസ്തു ഏതാണ്? ഓപ്ഷൻ സി ആണ് ന്യൂക്ലിയോ പ്രോട്ടീനുകൾ. 93ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നിലധികം ആതിഥേയ ജീവികളിൽ വിഭജനം സാധ്യമാകുന്നവയാണ്. ഒന്നിലധികം ആതിഥേയ ജീവികളിൽ സാധ്യമാകുന്നവയാണ് എന്ത്? ഓപ്ഷൻ ബി ആണ് ഷട്ടിൽ വെക്റ്റർ. 94ാമത്തെ ക്വസ്റ്റ്യൻ. ലൈസോസോമിലെ എൻസൈമുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ്? ലൈസോസോമിലെ എൻസൈമുകൾക്ക് പൊതുവെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ് ആസിഡ് ഹൈഡ്രോലൈസസ്. ആസിഡ് ഹൈഡ്രോലൈസസ്. 95ാമത്തെ ക്വസ്റ്റ്യൻ. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഏതാണ്? ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എ ആണ് 1:1:1:1. ഇതാണ്. 96ാമത്തത് ഒരു കപടഫലം ഏതാണ്? സി ആണ് ആപ്പിൾ.
97ാമത്തത് ബാഹ്യദളങ്ങൾ, ദളങ്ങൾ, കേസരങ്ങൾ എന്നിവ അണ്ഡാശയത്തിന് മുകളിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉപരിജനി അല്ലെങ്കിൽ എപ്പിജനി. 98ാമത്തെ ക്വസ്റ്റ്യൻ, കെമിക്കൽ മ്യൂട്ടേജനുകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഗാമ കിരണങ്ങൾ. 99ാമത്തെ ക്വസ്റ്റ്യൻ, കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഓപ്ഷൻ എ ആണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. 100ാമത്തെ ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണം ഏതാണ്? സി ആണ് പോളിയോ. അപ്പോൾ ഇതോടെ ഈ 2 വീഡിയോസായിട്ട് ഒരു ക്വസ്റ്റ്യൻ തീരുകയാണ്. അടുത്ത PYQമായിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യനുമായിട്ട് വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.